കഞ്ഞിക്കുഴി സഹകരണ ബാങ്കിന് ഇപ്പോൾ നബാർഡിന്റെ ധനസഹായത്തോടു കൂടി ഞങ്ങൾ ഒരു വാഹനം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ വലിയ ബോർഡ് ജൈവ പച്ചക്കറി എന്നൊക്കെ ബോർഡ് വെച്ച് ഞങ്ങൾ ഈ കർഷകരുടെ നിന്നും ഞങ്ങളുടേതുമായിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് പട്ടണ പ്രദേശങ്ങളിലടക്കം വിൽക്കുന്നതിനുള്ള വലിയ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ വില നിശ്ചയിക്കണം? മറ്റ് ഓപ്പൺ മാർക്കറ്റിലും നിങ്ങളുടെ സൊസൈറ്റിയുടെ നിങ്ങളുടെ പ്രോഡക്റ്റുമായിട്ടുള്ള വില വ്യത്യാസം എങ്ങനെയാണ്? അത് കൂടുതലാണോ അതോ കുറവാണോ? ഓപ്പൺ മാർക്കറ്റിലെ വിലയേക്കാൾ അല്പം കൂടുതലാണ് ഞങ്ങൾ. കൂടുതലാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഞ്ഞിക്കുഴി ഗ്രാമം എന്ന് പറയുന്നത് ഈ ഭൂമി സ്വന്തമായി ഫലഭൂയിഷ്ടമല്ല, അതെല്ലാവർക്കും അറിയാവുന്ന സിലിക്ക മണലാണ്. ഇതിൽ നമ്മൾ വളവും വെള്ളവും കൃത്യമായ പരിചരണങ്ങളും കൊടുത്താൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു വിളവ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇത് ഇപ്പൊ പിന്നെ നമ്മുടെ കീടനാശിനികൾ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഞങ്ങൾ കീടനാശിനി